ഇതെന്താണെന്നറിയോ അല്ലേ? കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറിൽ നമ്മൾ പിസ്താച്ചിയോ ബ്ലോണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബാറ്റർ 1 എഗ്ഗ്, ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മുട്ടയും 43 ഗ്രാം ബട്ടർ, 57 ഗ്രാം ചോക്ലേറ്റ്. 57 വേണ്ട, 53 മതി. ഞാനിതിൽ പിസ്ത ചോക്ലേറ്റാണ്, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പിസ്തേൻ്റെ എസൻസ് ഉണ്ടല്ലോ, ഞാൻ വാനില എസൻസ് ചേർത്തിട്ടില്ല. പിസ്തേൻ്റെ എസൻസും പിസ്തേൻ്റെ ചോക്ലേറ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു പിസ്തേൻ്റെ ഫ്ലേവർ ഉണ്ടാകും. പിന്നെ കുറച്ച് നട്ട്സ്, പിസ്തേൻ്റെ നട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുന്നത്? ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇട്ടില്ല കേട്ടോ. ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ മൈദ തൂവിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലോണ്ടീൻ്റെ ബാറ്റർ ഒഴിക്കണം. ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ പിസ്താച്ചിയോ ബ്ലോണ്ടീൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഡാർക്ക് ചോക്ലേറ്റ്, കുക്കിംഗ് അല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, കുറച്ച് കയ്പുള്ളത് തന്നെയാണ്. ഞാനത് മെൽട്ടായി വരും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുക്കായി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നല്ല. പിന്നെ എൻ്റെ കയ്യിൽ 5 ഇഞ്ചിൻ്റെ ടിന്നില്ല, അതിലും കുറച്ച് വലുതാണുള്ളത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഉള്ള ടിന്നിലൊഴിക്കുക ബാറ്ററി പറഞ്ഞിട്ട്. ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ചെറുതില്ലാത്തത് കാരണം ഞാൻ ഇതിലങ്ങനെ വെച്ച്. പിന്നെ നമ്മൾ പിസ്തേൻ്റെ നട്ട്സ് അങ്ങനെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എവിടേക്ക് വെക്കാൻ തോന്നി അതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ഇതാക്കി വെച്ചെന്നുള്ളൂ കേട്ടോ. ഇപ്പം ഇനി ഞാൻ ഓവന് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വയ്ക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബേക്കായതിന് ശേഷം നോക്കാം. ഇപ്പം നമ്മൾ പിസ്താച്ചിയോ ബ്ലോണ്ടി ബേക്ക് ചെയ്തെടുത്തപ്പം അങ്ങനെ കുറച്ച് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത് 10 മിനിറ്റ് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ടിന്നിലേക്കൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും ആ 10 മിനിറ്റ് കഴിഞ്ഞ് അത് തന്നെ ഓഫായതിന് ശേഷം ഞാൻ എന്താണ് വീണ്ടും ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിട്ട് അതങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ചെയ്തില്ല, വീണ്ടും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ വെച്ചത്. പിന്നെ ഒരു 20 മിനിറ്റും വന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ ബേക്കായി. പക്ഷെ കുറച്ച് ബാറ്ററല്ലേ ഉള്ളൂ, അപ്പം അതിനനുസരിച്ച് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈമിങ് കൂടുതലാണെന്ന് ബേക്കായപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ കളർ കുഴപ്പമില്ല, നല്ല ആ ഒരു നമ്മൾ ബാറ്ററിൻ്റെ ഒരു ഗ്രീൻ കളർ കാണിച്ച ഏകദേശം ആ കളർ തന്നെയല്ല ഉള്ളത്. നല്ല ഡാർക്ക് ഇതായി പോയിട്ടോ. ഞാൻ ഒരു വട്ടം ചെയ്തപ്പോൾ ആ കളറൊക്കെ മാറി ഒരു തരം ഒരു ബ്രൗൺ കളർ പോലെയും. നല്ലത് കുഴപ്പമില്ല. ചോക്ലേറ്റൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെൽട്ടായിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടേ, മെൽട്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ സംഭവം നമ്മൾ മറ്റേ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പീസ് ചെയ്തിട്ട് ഇടാറ്. ഞാൻ 2 വട്ടം ഡയറി മിൽക്ക് ഇട്ടിട്ടുണ്ട്, അത് നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല മെൽട്ടായി വരും. ഇപ്പം ഞാൻ കുക്കിംഗ് ചോക്ലേറ്റ് ഇട്ട് നോക്കാറുണ്ട്, വെച്ച് നോക്കുമ്പോൾ അത് കല്ല് പോലെ അങ്ങനെ, അത് മെൽട്ടാവുന്നൊന്നുമില്ല, അങ്ങനെ കല്ല് പോലെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ബ്ലോണ്ടിക്കാണെങ്കിലും ബ്രൗണിക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഈ അമൂലിൻ്റെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡയറി മിൽക്ക് അതുപോലത്തെയൊക്കെ ഉള്ള നട്ട്സ് ഇല്ലാത്ത പോലത്തെ, നട്ട്സ് ഉള്ളതും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലത്തെ ചോക്ലേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ നല്ല മെൽട്ടായി വരും. കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതാണ് ബാറ്ററി. പിന്നെ ഫുള്ള് ഒഴിക്കാൻ ഉണ്ടായിരുന്നില്ല, കുറച്ച് നമ്മൾ 2 മുട്ടയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 8 ഫുള്ള് വന്നിട്ടുണ്ടാവും.
ഞാൻ ഒരു മുട്ടല്ലേ ഉപയോഗിച്ചത്, അത് കാരണം ബാറ്റർ കുറവാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല ബ്ലോണ്ടിയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നത് നോക്കാം അങ്ങനെ. പക്ഷെ ചൂടുണ്ട് കേട്ടോ, ഒന്ന് ചൂട് പോണേ. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. എനിക്കിത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര മനസ്സാണ്. പിന്നെ വലിയ ചൂട് ആറാനൊന്നും ക്ഷമയില്ല കേട്ടോ. വേഗം കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് ഇതാണ് കേട്ടോ നമ്മളെടുത്ത പീസ്. അത് കുറച്ച് ചൂടിൽ കട്ട് ചെയ്തെടുത്ത കാരണം ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. പക്ഷെ സംഭവം വെറുതെ പറയല്ല കേട്ടോ, ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ടുള്ളൂ പറയും. ഇപ്പോൾ ഇത് പിസ്താച്ചിയോൻ്റെ ബ്ലോണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ നല്ലൊരു ഫ്ലേവർ എന്ന് പറയില്ല അങ്ങനെ. അപ്പം ഇനിയും പിസ്തേൻ്റെ നട്ട്സൊക്കെ കുറച്ച് ജാസ്തി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ ക്രഷ് ചെയ്തൊക്കെ ഇടില്ല, അതുപോലെയൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം എസൻസൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പിസ്തേൻ്റെ ചോക്ലേറ്റൊക്കെ ആയ കാരണം നല്ലൊരു പിസ്തേൻ്റെ ഫ്ലേവറാണ് കേട്ടോ. പിന്നെ അത് ചോക്ലേറ്റ് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ചൂടുള്ള കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ട് ക്രാക്ക് ഇങ്ങനെ പൊട്ടി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ പിസ്താച്ചിയോ ബ്ലോണ്ടി. ഇങ്ങനെ എൻ്റെ അടിപൊളിയാണ്.